നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിൽ സ്വകാര്യ ബസും സ്കൂൾ ബസും കൂട്ടിയിടിച്ചു. പോലീസിനെ കണ്ട് യുവാവ് കഞ്ചാവ് അടുപ്പിലിട്ട് കത്തിക്കാൻ ശ്രമിച്ചു. അടുപ്പിൽ നിന്നും പുക ഉയരുകയും കഞ്ചാവ് കരിഞ്ഞ രൂക്ഷഗന്ധം വീടിനുള്ളിൽ പരക്കുകയും ചെയ്തതോടെ യുവാവ് പോലീസിന്റെ പിടിയിലായി. കയ്പമംഗലത്തെ കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. കേരളീയരുടെ രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിന് അടിത്തറയാണ് ആഴമേറിയ വായനാ സംസ്കാരമാണെന്ന് മുൻ MLA പ്രൊഫസർ KU അരുണ. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളിയിൽ സ്വകാര്യ ബസും സ്കൂൾ ബസും കൂട്ടിയിടിച്ചു. വാടാനപ്പള്ളി സെന്ററിൽ വെച്ച് ബുധനാഴ്ച രാവിലെ 9:30 സ്വകാര്യ ബസും സ്കൂൾ ബസും കൂട്ടിയിടിച്ചു. തൃശൂരിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ് സ്കൂൾ ബസും തമ്മിലാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ സ്കൂൾ ബസ് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർ 54 വയസ്സുള്ള ബിജുവിനെ നിസ്സാര പരിക്കുകളോടെ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പോവുകയായിരുന്നതിനാൽ ബസ്സിൽ കുട്ടികൾ കുറവായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ആർക്കും പരിക്കില്ല. പോലീസിനെ കണ്ട് യുവാവ് കഞ്ചാവ് അടുപ്പിലിട്ട് കത്തിക്കാൻ ശ്രമിച്ചു. അടുപ്പിൽ നിന്നും പുക ഉയരുകയും കഞ്ചാവ് കരിഞ്ഞ രൂക്ഷഗന്ധം വീടിനുള്ളിൽ പരക്കുകയും ചെയ്തതോടെ യുവാവ് പോലീസിന്റെ പിടിയിലായി. നിരവധി കേസുകളിലെ പ്രതിയായ കൊടുങ്ങല്ലൂർ എറിയാട് കുറ്റിക്കാട്ടിൽ വീട്ടിൽ അഫ്സൽ പെപ്പെ എന്ന് വിളിക്കുന്ന 27 വയസ്സുള്ള അഫ്സലാണ് പോലീസിന്റെ പിടിയിലായത്. വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളുടെ വീട്ടിലെത്തിയത്. എന്നാൽ പോലീസിനെ അപ്രതീക്ഷിതമായി കണ്ട പരിഭ്രാന്തിയിൽ കഞ്ചാവ് നശിപ്പിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. കൈവശമുണ്ടായിരുന്ന കഞ്ചാവ് പാക്കറ്റുകൾ ഇയാൾ വേഗത്തിൽ അടുപ്പിനുള്ളിലേക്ക് തള്ളുകയായിരുന്നു. അടുപ്പിൽ തീ ഉണ്ടായിരുന്നില്ലെങ്കിലും ചാരത്തിനുള്ളിൽ കനൽ ഉണ്ടായിരുന്നതിനാൽ അടുപ്പിൽ നിന്നും പുക ഉയരുകയും കഞ്ചാവ് കരിഞ്ഞ രൂക്ഷഗന്ധം വീടിനുള്ളിൽ പരക്കുകയും ചെയ്തു. ഇതോടെ പോലീസിന് കാര്യം മനസ്സിലായി. തുടർന്ന് SIയും സംഘവും അടുപ്പിൽ നിന്നും കഞ്ചാവ് പൊതികൾ വീണ്ടെടുത്ത് നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പ്രതിയെ തൊണ്ടി സഹിതം കയ്യോടെ പൊക്കുകയായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് പ്രതി കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:20 എറിയാട് ആറാട്ടുവഴിയിലുള്ള ഇയാളുടെ വാടക വീട്ടിൽ നിന്നാണ് തൃശൂർ റൂറൽ പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളിൽ നിന്ന് കഞ്ചാവും ലഹരി വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും പോലീസ് പിടിച്ചെടുത്തു. കുട്ടികളെ ലക്ഷ്യമിട്ട് ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിനാൽ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കേസിനെ സമീപിച്ചിരിക്കുന്നത്. NDPS നിയമത്തിന് പുറമെ ജാമ്യമില്ലാ വകുപ്പായ ബാലനീതി നിയമത്തിലെ സെക്ഷൻ 77 കൂടി പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതി ഹാജരാക്കും. കയ്പമംഗലത്തെ കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. കയ്പമംഗലം 16-ാം വാർഡിൽ ഡോക്ടർ പടിക്ക് കിഴക്ക് ഇരിങ്ങാതുരുത്തി സുബ്രഹ്മണ്യന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് തൊട്ടടുത്ത പറമ്പിലെ തെങ്ങ് വീടിന് മുകളിൽ വീണത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. കേരളീയരുടെ രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിന് അടിത്തറയാണ് ആഴമേറിയ വായനാ സംസ്കാരമാണെന്ന് മുൻ MLA പ്രൊഫസർ KU അരുണ. എടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക സംസ്കാര നിലയത്തിൽ നടന്ന കൊടുങ്ങല്ലൂർ താലൂക്ക് തല വായനാ പക്ഷാചരണ സമാപന സമ്മേളനത്തിൽ IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഗ്രാമങ്ങളിലെ ഗ്രന്ഥശാലകൾ വായനയെ ജനകീയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ച് സംസ്ഥാനത്തുടനീളം വായനാ സംസ്കാരം വളർത്തുന്നതിൽ കേരള ലൈബ്രറി കൗൺസിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ വിശ്വനാഥൻ മാങ്ങാട്ട് രചിച്ച ദ സൺഫ്ലവർ മെഡോസ് ഓഫ് ഇസാൻപൂർ എന്ന ഇംഗ്ലീഷ് നോവൽ എഴുത്തുകാരൻ UK സുരേഷ് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. TK ചന്ദ്രബാബു, PN ദേവി പ്രസാദ്, NS ജയൻ, TN അജയകുമാർ, AV സതീഷ്, വിശ്വനാഥൻ മാങ്ങാട്ട്, രതീഷ് രാധാകൃഷ്ണൻ, KA കൊച്ചുമൻ, PA ഷമീർ എന്നിവർ സംസാരിച്ചു. അപ്പൊ ഗോപിയും എന്റെ ബ്രദറും തമ്മിൽ ഉണ്ടായി. അപ്പൊ ഇങ്ങനെ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് എന്നോട് വിളിച്ചിട്ട് ചോദിക്കുന്നു, ചേട്ടനാ ഒരു ചിറ്റപ്പള്ളിയൊക്കെ സിനിമ നിർമ്മാണം ഉണ്ട് അടുത്തെത്തിയിരുന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നു ചിറ്റപ്പള്ളിയോട് ഇങ്ങനെ ഒരു അന്വേഷണമൊക്കെ വരുന്നുണ്ട്.
എല്ലാ രസമാണ് ജീവിതം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ ഏതൊരാൾക്ക് സമ്മാനം കൊടുക്കുന്നതിന് മുമ്പും അത് CV ശ്രീരാമനായാലും ഒക്കെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കേരളത്തിലെ ആൾക്കാർ ഞാൻ ഈ ഫീൽഡിൽ കുറിച്ചുള്ള കാരണമൊക്കെ എന്നോട് കുറേശ്ശെ ചോദിക്കും. ഒരാൾക്കും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് LDF ബഹിഷ്കരിച്ചു. ചടങ്ങ് കോൺഗ്രസ് പരിപാടിയാണെന്ന് ആരോപിച്ചാണ് LDF പ്രതിനിധികൾ വിട്ടുനിന്നത്. സാമാന്യ മര്യാദ പോലും ലംഘിച്ച് പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ തിരികെ കയറ്റുകയായിരുന്നുവെന്ന് LDF നേതാക്കളായ VR സുനിൽകുമാർ, മുസ്തഖ് അലി എന്നിവർ ആരോപിച്ചു. ദേശീയപാത ചുവന്ന മണ്ണ് കാറിടിച്ച് കാൽനട യാത്രിക മരിച്ചു. പൂവഞ്ചിറ സ്വദേശി ചിറക്കാത്തുകൂട്ടം ജേക്കബിന്റെ ഭാര്യ 76 വയസ്സുള്ള ജോയ്സിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരി കുഞ്ഞമ്മയെ പരിക്കുകളോടെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ അലങ്കാര വൈദ്യുതി വിളക്കുകൾ നിലംപൊത്തി. ആർക്കും പരിക്കില്ല. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലെ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് അലങ്കാര വിളക്കുകൾ ഒരുക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി പ്രണയം സ്ഥാപിച്ച് ആഭരണവും ഫോണും തട്ടിയെടുത്ത് മുങ്ങിയ വെങ്കിടങ്ങ് സ്വദേശിനിയായ യുവതി പിടിയിൽ. വെങ്കിടങ്ങ് സ്വദേശിനി പണ്ടാറമേട് എടക്കാട് വീട്ടിൽ ഹമിഷാദാസിനെയാണ് PG പോലീസ് പിടികൂടിയത്. ജൂൺ 26-നാണ് കേസിനാസ്പദമായ സംഭവം. ചേലക്കര സ്വദേശിയായ യുവാവിനെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട സ്ത്രീ പീച്ചി ഡാമിൽ വെച്ച് നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും പിന്നീട് ഡാമിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് യുവാവിന്റെ കഴുത്തിൽ കിടക്കുന്ന 4 പവന്റെ സ്വർണ്ണമാല ഊരി ധരിക്കുകയും ഇത് എതിർത്ത യുവാവിനെ ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും കൈവശപ്പെടുത്തി മുങ്ങുകയായിരുന്നു. യുവാവ് PG പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടിയ അന്വേഷണത്തിൽ പ്രതി എറണാകുളത്തെ കടവന്ത്രയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം അതിവിദഗ്ധമായി പ്രതിയെ പിടികൂടുകയായിരുന്നു. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ജീനോ പീറ്റർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഗീത, സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഒരു ഇടവേളയ്ക്കു ശേഷം വാർത്താനേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താനേരം തുടരുന്നു. മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് 45 പവൻ സ്വർണവും 50,000 രൂപയും കവർന്ന കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. അന്തർ സംസ്ഥാന ലോറി ഡ്രൈവർമാരാണ് പിടിയിലായത്. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മഹാരാഷ്ട്ര പൂനെ സ്വദേശി ആകാശ്, രാജസ്ഥാൻ സ്വദേശി മജീദ് എന്നിവരാണ് പിടിയിലായത്. മറ്റു പ്രതികളായ രാജസ്ഥാൻ സ്വദേശികളായ സൂരജ് പവാർ, വിക്കി പവാർ, മഹാരാഷ്ട്ര സ്വദേശി നീലേഷ് ഷിൻഡെ എന്നിവരെ പിടികൂടാനുണ്ട്. മഹാരാഷ്ട്രയിലെയും രാജസ്ഥാനിലെയും അന്തർ സംസ്ഥാന ലോറി പേട്ടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അതിരപ്പള്ളി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഭീതി പരത്തിയ കാട്ടുകൊമ്പൻ, ഏഴാറ്റുമുഖം ഗണപതി ഉൾപ്പെടെയുള്ള അക്രമകാരികളായ കാട്ടാനകൾ പാലപ്പള്ളിയിലെത്തി. 25-ലേറെ ആനകളാണ് പാലപ്പള്ളി തോട്ടം മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. നാട്ടുകാരും വാച്ചർമാരും തോട്ടം തൊഴിലാളികളും ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും ആനകളെ കാടുകയറ്റാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. പകൽ സമയത്ത് പോലും തോട്ടങ്ങളിലും റോഡിലും ഇറങ്ങുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ആനക്കൂട്ടത്തിന്റെ മുന്നിലകപ്പെട്ട തൊഴിലാളികൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പൊന്നുകര കേശവപ്പടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. കനത്ത മഴയിലാണ് ഗർത്തം രൂപപ്പെട്ടത്. റോഡിന് നടുവിലാണ് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുവഴിയുള്ള യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കുഴി രൂപപ്പെട്ട സ്ഥലം പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതു മാധവൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, മെമ്പർമാരായ മിനി ഉണ്ണികൃഷ്ണൻ,
അനഘ രതീഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പെരുമ്പിലാവിൽ അച്ഛൻ ജ്യൂസിൽ എലിവിഷം കലർത്തി നൽകിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന മകൾ മരിച്ചു. 7 വയസ്സുകാരി ഋതിയാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെയായിരുന്നു മരണം. ചികിത്സയിലുള്ള സഹോദരൻ ഋതിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ജൂലൈ 5-നായിരുന്നു ക്രൂരകൃത്യം നടന്നത്. പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മുത്തുവാണ് മക്കൾക്ക് എലിവിഷം നൽകിയത്. കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം മുത്തു ജീവനൊടുക്കാൻ ശ്രമിച്ചു. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുകയായിരുന്നു മുത്തു. ഭാര്യ പിടങ്ങിപ്പോയതിൽ കുട്ടികൾക്ക് വിഷം നൽകിയെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ അമ്മയ്ക്കും മകനും തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്ക്. ആർത്താറ്റ് സ്വദേശികളായ സുരഭിയും മകൻ സൗരവുമാണ് ആക്രമണത്തിനിരയായത്. ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ എത്തിയതായിരുന്നു സുരഭിയും മകൻ സൗരവും. ആശുപത്രി അങ്കണത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ തെരുവ് നായ ഓടി വന്ന് ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടാനപ്പള്ളിയിൽ സ്വകാര്യ ബസും സ്കൂൾ ബസും കൂട്ടിയിടിച്ചു. പോലീസിനെ കണ്ട് യുവാവ് കഞ്ചാവ് അടുപ്പിലിട്ട് കത്തിക്കാൻ ശ്രമിച്ചു. അടുപ്പിൽ നിന്നും പുക ഉയരുകയും കഞ്ചാവ് കരിഞ്ഞ രൂക്ഷഗന്ധം വീടിനുള്ളിൽ പരക്കുകയും ചെയ്തതോടെ യുവാവ് പോലീസിന്റെ പിടിയിലായി. കൈപ്പമംഗലത്തെ കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. കേരളീയരുടെ രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിന് അടിത്തറയാണ് ആഴമേറിയ വായനാ സംസ്കാരമാണെന്ന് മുൻ MLA പ്രൊഫസർ KU അരുണ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.